സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം 50-ാം ദിവസം പിന്നിടുമ്പോൾ മുടി മുറിച്ച് പ്രതിഷേധിച്ച് ആശമാർ. ഓണറേറിയം വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച രാപ്പകൽ സമരം 50-ാം ദിവസത്തിലെത്തിയിട്ടും സർക്കാർ അനുകൂല നടപടിയെടുക്കാത്തതിനാലാണ് ഇന്ന് തലമുണ്ടനം ചെയ്ത് പ്രതിഷേധം നടത്തിയത്. മുടി പൂർണ്ണമായും നീക്കം ചെയ്തും മുടി മുറിച്ചുമാണ് ആശമാർ സമരം കടുപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റ് കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധത്തിൽ പങ്കാളികളായി. അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമരമെന്ന് സമരസമിതി നേതാവ് എസ് മിനി പറഞ്ഞു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആദ്യം മുടി അഴിച്ചിട്ട് പ്രകടനം നടത്തി. പിന്നാലെ മുടി മുറിച്ച് പ്രതിഷേധിച്ചു. ഒരാൾ തലമുണ്ടനം ചെയ്തു. പലരും വിതുമ്പി കരയുകയായിരുന്നു. ആത്മാഭിമാനത്തിന് വേണ്ടിയാണ് ഈ സമരമെന്ന് സമര നേതാവ് മിനി പറഞ്ഞു. അധികാരികളുടെ മുന്നിൽ അടിമയായി നിന്ന് പണിയെടുത്താൽ കിട്ടുന്ന 232 രൂപ വർദ്ധിപ്പിക്കണമെന്നതാണ് ആവശ്യമെന്നും മിനി പറഞ്ഞു. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്നും എത്ര ദിവസം കഴിഞ്ഞാലും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരസമിതി നേതാവ് MA ബിന്ദു പറഞ്ഞു. രാവും പകലും മഞ്ഞും മഴയും വെയിലും അതിജീവിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം മുന്നോട്ട് പോകുന്നത്. വളരെ വൈകാരികമായിട്ടായിരുന്നു മുടിമുറിക്കൽ പ്രതിഷേധത്തിൽ ആശാപ്രവർത്തകർ പങ്കെടുത്തത്. ഈ പ്രതിഷേധം കണ്ടിട്ടെങ്കിലും സർക്കാർ തങ്ങളെ പരിഗണിക്കണമെന്ന് ഇവർ ഒന്നടങ്കം പറയുന്നു. മുദ്രാവാക്യം വിളികളോടെയായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ ഞങ്ങൾ മുടി മുറിച്ചു മാറ്റുന്നു, ഇനി സർക്കാർ ഞങ്ങളുടെ തല വെട്ടിമാറ്റട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് 100 കണക്കിന് ആശാ വർക്കർമാർ മുടിമുറിച്ച് പ്രതിഷേധിച്ചത്.